തൃക്കാക്കര നഗരസഭ മുൻ അധ്യക്ഷ അജിത തങ്കപ്പനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കി. നഗരസഭാ സെക്രട്ടറി ടി.കെ. സന്തോഷാണ് കോൺഗ്രസ് കൗൺസിലർ അജിതയുടെ വീട്ടിലെത്തി കത്ത് കൈമാറിയത്. അവധി അപേക്ഷയോ മറ്റു കാര്യങ്ങളോ ബോധ്യപ്പെടുത്താതെ 3 മാസം തുടർച്ചയായി സ്ഥിരം സമിതി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന കാരണത്താലാണ് നടപടി. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് ഈ അയോഗ്യത ആക്കുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഷമി, 3 മാസത്തോളമായി തുടർച്ചയായി അജിത തങ്കപ്പൻ സ്ഥിരം സമിതി യോഗത്തിനെത്തിയിട്ടില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് ഇവർ. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗത്തിന് തുടർച്ചയായി 3 മാസത്തോളം ഹാജരാകാതിരുന്നതിൻ്റെ പേരിലാണ് നടപടി. കാരണം അവധി അപേക്ഷ നൽകിയിട്ടില്ല. എന്നാൽ തന്നെയുമല്ല, നഗരസഭാ സെക്രട്ടറിയോ മറ്റോ ഹാജരാകാത്തതിന് എന്തെങ്കിലും കാരണം അവർ വാക്കാൽ പോലും ബോധിപ്പിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു അറിയിപ്പോ അവധി അപേക്ഷയോ നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയോഗ്യയാക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 1994 കേരള മുനിസിപ്പാലിറ്റി ചട്ടപ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് അറിയിപ്പില്ലാതെ അല്ലെങ്കിൽ മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായി യോഗങ്ങൾക്ക് ഹാജരാകാതിരിക്കുന്നതിനെ തുടർന്ന് ആ ചട്ടത്തിൽ തന്നെയുള്ള നടപടി അനുസരിച്ചാണ് അയോഗ്യയാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കി. നഗരസഭാ സെക്രട്ടറി തന്നെ നേരിട്ട് എത്തിയ ടി.കെ. സന്തോഷ് നേരിട്ട് അജിതയുടെ വീട്ടിലെത്തിയാണ് ഉത്തരവ് കൈമാറിയത്. തീർച്ചയായും നേരത്തെ തന്നെ നഗരസഭാ സെക്രട്ടറി എത്തിയാണ് ഈ അയോഗ്യയാക്കിക്കൊണ്ടുള്ള കത്ത് കൈമാറിയത്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.